അതായത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിന് എത്ര കിട്ടും? ആം ആദ്മി പാർട്ടിക്ക് എത്ര കിട്ടും? BJPക്ക് എന്ത് കിട്ടും? വളരെ നിർണായകമായ ശക്തിയാണ് അവരുടെ വോട്ട് ഇത്തവണ BJP കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ചുരുക്കം പറഞ്ഞ കേജ്രിവാൾ ഒരു കള്ളനാണ്. നമസ്കാരം. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ജനവിധി എന്താണ് എന്നതാണ്. രാജ്യതലസ്ഥാനം ആര് ഭരിക്കും അറിയാൻ ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇതേക്കുറിച്ച് സംസാരിക്കാൻ അതിഥിയായി ചേരുന്നു ശ്രീ MS വേണുഗോപാൽ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്ന് അറിയാനായിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ജനവിധി രേഖപ്പെടുത്താൻ ഇനി ശേഷിക്കുന്ന ഏതാനും മണിക്കൂറുകളാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്ര ഗംഭീരമായൊരു പോരാട്ടം ഈ അടുത്ത കാലത്ത് മറ്റ് പല സംസ്ഥാന ഇലക്ഷനും നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു കൊച്ചു സംസ്ഥാനം, ഒരു പക്ഷേ അത് സംസ്ഥാനം എന്ന് വിളിക്കാൻ തന്നെ ഇല്ല, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, പിന്നെ അതിന് സംസ്ഥാനത്തിൻ്റെ പദവി കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അവിടെ നടക്കുന്ന വീറും വാശിയും കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ ശക്തമായിട്ടാണ് അത് പോകുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നോർത്ത് ഇന്ത്യയിൽ പിടിക്കാൻ പറ്റുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒരുപക്ഷെ പിടിക്കുകയും അല്ലെങ്കിൽ അവരുടെ മേൽക്കോയ്മ നിലനിർത്തുകയും ചെയ്തിട്ടും ഡൽഹിയിൽ 1998 ശേഷം ഇന്ന് വരെ ശക്തമായൊരു പ്രാതിനിധ്യം, ശക്തമായൊരു നിലനിൽപ്പ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതവർക്ക് വലിയ ഒരു വിഷമമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം 4ാം ടേമാണ് കെജ്രിവാൾ, 3ആണ് ശരിക്ക്, എങ്കിൽ ഒരു 10-20 ദിവസത്തെ ഭരണം കൂടെ ചേർത്താൽ 4 ടേമായിട്ടാണ്, 4ാമത്തെ ടേമിലേക്കാണ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും മുന്നേറ്റം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാശി ഭയങ്കരമാണ്. നമ്മുടെ പാലക്കാട് ഇലക്ഷന് ഒരുപക്ഷെ ജനങ്ങൾ പറഞ്ഞു ഇത് വൃത്തികെട്ട രീതിയിലേക്ക് പോകുന്നു, ഈ ഇതിൻ്റെ പെട്ടി വിവാദം, മറ്റ് വിവാദം, ഹോട്ടലിലെ റെയ്ഡ്, അത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ ആരോപണങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനെയൊക്കെ കവച്ച് വെക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് ഡൽഹി ജനത ഏതാണ്ട് മടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. താങ്കൾ പറഞ്ഞ പോയിന്റ് ശരിയാണ്. BJPക്ക് ഇതൊരു വാശിയേറിയ പോരാട്ടമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രസ്റ്റേജ് ഇഷ്യൂ എന്ന് തന്നെ പറയാം. പക്ഷേ ഇത്രയൊക്കെ വാശിയോടുകൂടി അവർ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോഴും അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മികച്ചൊരു കാൻഡിഡേറ്റിനെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നില്ല. അത് ആം ആദ്മി പാർട്ടിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിൽ ചില വിലയിരുത്തലുകൾ വരുന്നു. യോജിക്കുന്നു? അത് ആദ്യം ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാത്തത് BJPയെ വല്ലാതെ വലിച്ചിരുന്നു. പർവേഷ് ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശരിക്കും പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന BJP മുഖ്യമന്ത്രിയായിരുന്ന പർവേസ് സിംഗ് സാഹിബിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കുറച്ച് ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരത്ര പോരാ. ജാട്ടുകൾക്കിടയിൽ പക്ഷേ അദ്ദേഹത്തിന് വലിയ മതിപ്പ് ഉള്ള ആളാണ്, ജാട്ട് നേതാവാണ്. അതൊക്കെയാണ് BJP അതിനകത്ത് പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് BJPയുടെ ശരിയായ മുഖം ഇതാണോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. എന്നാലും BJP അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് ഉയർത്തി കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാൾ ഏതാണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്കോ ഒക്കെ വാഴ്ത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അതിന് തക്ക എതിരാളി ഇല്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഒരു പരാജയം. പക്ഷേ എന്നാൽ BJP അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രചരണവുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഏതാണ്ട് ആം ആദ്മി പാർട്ടി നടത്തിയ എല്ലാ പ്രചരണങ്ങളെയും തിരിച്ചടിക്കുന്ന വിധത്തിൽ അവർ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. എടുക്കാവുന്ന എല്ലാ കാർഡുകളും എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇതുവരെ BJP ഫ്രീ ബീസിനെ ഇത്രയധികം വെറുത്തിരുന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രീ ബീസ് കൂടി അവർ മുഖവിലേക്ക് എടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 12,100 കോടി രൂപയുടെ ഫ്രീ ബീസ് എന്ന് പറയാമെങ്കിൽ 12,100 കോടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തന്നെ മുന്നോട്ട് വന്നു. 2,100 രൂപ വനിതകൾക്ക് പ്രതിമാസം കൊടുക്കുമെന്ന് ആം ആദ്മി പറയുമ്പോൾ 2,500 രൂപ വനിതകൾക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന് ഇപ്പോൾ BJP പറഞ്ഞിരിക്കുകയാണ്. 21,000 രൂപ ഗർഭിണികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ പ്രസവ രക്ഷാ കിറ്റുകൾ വിതരണം ചെയ്യും. ഹെൽത്തിന് പ്രത്യേക പരിഗണന നൽകും. പിന്നെ ആയുഷ്മാൻ പദ്ധതി വലിയ വിപുലമായിട്ട് അവിടെ നടപ്പിലാക്കും തുടങ്ങി അവിടെ നടക്കുന്ന പിന്നെ വാഗ്ദാനങ്ങൾക്ക് കണക്കില്ല. AAP മോശമല്ല, AAP അതിനനുസരിച്ച് പഴയ വാഗ്ദാനങ്ങളും പുതിയതും എല്ലാം കൂടെ ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക്, സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. മനസ്സിലായി. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കിയാൽ, കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായി നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇല്ലാതെയും നമുക്ക് ജയിക്കാം
ഒരു എന്താ പറയുക ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ചില തിരഞ്ഞെടുപ്പുകളെ സമീപിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോർഫ്രണ്ടിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും ജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നുള്ളൊരു തിരിച്ചറിവാണോ മോദിയെ കൊണ്ടുവരുന്നത്, അതോ വീണ്ടും മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡൽഹി പിടിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് അവർക്കുള്ളത്? അല്ല, അതൊരു വലിയ സ്ട്രാറ്റജി ആയിട്ട് അവരെടുത്തിരിക്കുന്നതാണ്. ഏതാണ്ട് 40ഓളം പ്രമുഖരായ BJP നേതാക്കളെ അവർ VIP ലീഡർഷിപ്പ്, അതായത് സൂപ്പർ സ്റ്റാർ പ്രചാരകരായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ നാച്ചുറലി അപ്പോൾ ഒന്നാമതായിട്ട് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദി വരുന്നേ ഉള്ളൂ. പക്ഷേ അമിത്ഷായാണ് ഇപ്പോൾ അവിടെ കൂടുതൽ നിൽക്കുന്നത്. അതുപോലെ യോഗി ആദിത്യനാഥ് വളരെ ശക്തമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഹരിയാന മുഖ്യമന്ത്രി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിയാന മുഖ്യമന്ത്രി നിയർ ബൈ എല്ലാ മുഖ്യമന്ത്രിമാരും അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വരികയാണ്. അവർ 40 പേരെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനം ശക്തമാക്കി വരികയാണ്. ഇതിൽ പ്രധാന ഒരു കാരണം, അവിടെ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആര് ജയിക്കുമെന്ന് നിശ്ചയിക്കുന്നത് അവിടുത്തെ പൂർവാഞ്ജലികൾ എന്ന് പറയുന്ന UP-യുടെ കിഴക്ക് ഭാഗത്തും ബീഹാറിലുമുള്ള ഒരു കുടിയേറ്റ ജനവിഭാഗമുണ്ട്. അവരിലാണ് ഇതിൻ്റെ വോട്ടിൻ്റെ മേൽക്കോയ്മ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരെ കീഴടക്കാൻ കഴിഞ്ഞാൽ, അവരുടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിജയം നേടിക്കൊണ്ടിരുന്നത് മുഴുവൻ ഈ വർക്കേഴ്സ്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇങ്ങനെയൊക്കെയുള്ള അധസ്ഥിരായ ഗലികളിലൊക്കെ ജീവിക്കുന്ന ഈ വിഭാഗത്തിൻ്റെ വോട്ട് പൂർണ്ണമായും നേടിക്കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ആ കുത്തക പൊളിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന പൂർവാഞ്ചൽ പ്രദേശത്തുള്ള സാധാരണക്കാരായി അവിടെ നിന്ന് മൈഗ്രൻ്റ് ലേബേഴ്സായിട്ട് ഡൽഹിയിൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ ഒരു BJP ചിന്താഗതി ഉള്ളവരാണ്, അല്ലെങ്കിൽ BJP പക്ഷത്തേക്ക് ചായുന്നു എന്നുള്ള വിലയിരുത്തലുകൾക്ക് വരുന്നുണ്ട്. ശരിയാണോ? അത് അവിടെയാണ് ഒരു ട്വിസ്റ്റ് വന്നത്. അതായത് ആം ആദ്മി പാർട്ടി യാതൊരു പ്രശ്നവുമില്ലാതെ ആദ്യം പറഞ്ഞ 60 സീറ്റിൽ കൂടുതൽ ഞങ്ങൾ ജയിക്കുമെന്നാണ്. ഇപ്പം അത്രയില്ല, എന്നാലും 40 സീറ്റിൽ കൂടുതൽ ഞങ്ങൾ സുഖമായിട്ട് ജയിക്കുമെന്നുള്ളതാണ് അവരുടെ ഇന്നർ കോൺഫിഡൻസ് ഉള്ളത്. പക്ഷേ ആ കോൺഫിഡൻസിനെ പൊളിക്കാനാണ് BJP ഇപ്പോൾ ഈ പൂർവാഞ്ജലികൾ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൻ്റെ പിന്തുണ, അത് വളരെ അധസ്ഥിരായിട്ടുള്ള വിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ വിഭാഗത്തിൻ്റെ പിന്തുണ നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ പലവിധ മാർഗങ്ങളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 100 ലീഡേഴ്സിനെ ഈസ്റ്റേൺ UP-യിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട്, അധികവും ഈസ്റ്റേൺ UP-ൽ നിന്നാണ് തിരഞ്ഞെടുത്തുകൊണ്ട് ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തനം നടത്തുകയാണ്. അതായത് 6% കൂടുതൽ ജനങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ്. 6% അല്ല, 6% 6 എന്ന് പറയുമ്പം 1,55,00,000 ജനങ്ങളാണ്, വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അതിൽ ഏതാണ്ട് 26-27 ലക്ഷം ജനങ്ങൾ ഈ പൂർവാഞ്ജലികളാണ്. അവരാണ് 27 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് അതിൽ 20 മണ്ഡലങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ കയ്യിലാണ്. ആ വിജയമായിരിക്കും ഇത്തവണ ആര് ജയിക്കും എന്നുള്ളത് നിശ്ചയിക്കുന്നത്. മനസ്സിലായി. അത് പറയുന്ന ലേബർ ക്ലാസിൻ്റെ കാര്യം നമ്മളൊരു മിഡിൽ ക്ലാസ്സിലോട്ടോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ക്ഷേമ പദ്ധതികളൊക്കെ അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കാം. പക്ഷേ ഈ സ്വാധീനിക്കും എന്ന് പറയുമ്പോഴും കെജ്രിവാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയോടുകൂടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായ സന്ധിയില്ലാ സമരം അല്ലെങ്കിൽ ഒരു കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ചൂലെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നേതാവാണ് കെജ്രിവാൾ. അദ്ദേഹത്തിന് ആ ഒരു ഇമേജ് ആദ്യ കാലയളവുകളിലൊക്കെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കുറി താങ്കൾ പറയുന്നത് പോലെ 4മതൊരു അംഗത്തിന് കെജ്രിവാളും ടീമും ഇറങ്ങുമ്പോൾ അഴിമതി കേസിൽ അകത്ത് കിടന്നൊരു വ്യക്തിയാണ്. തെറ്റോ ശരിയോ, അദ്ദേഹം നിരപരാധിയാണോ അപരാധിയാണോ എന്നൊക്കെ ഉള്ളത് തീർപ്പാക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇമേജിന് ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അഴിമതി കേസിൽ അദ്ദേഹം അകത്ത് കിടന്നു. ഈ ഇമേജുമായി ഇറങ്ങുന്ന കേജ്രിവാളിനെ ഇടത്തരക്കാർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ്. ആം ആദ്മി പാർട്ടിയുടെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് കെജ്രിവാളാണ്. ഒന്ന് കെജ്രിവാളും, രണ്ടാമത് അതിൻ്റെ വോളണ്ടിയേഴ്സുമാണ്. അതിൽ വോളണ്ടിയേഴ്സിന് വലിയ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും കെജ്രിവാളിൻ്റെ ഇമേജിന് ഇപ്പോൾ അല്പം കോട്ടം വന്നിട്ടുണ്ട് എന്നുള്ളത് ആം ആദ്മി പാർട്ടിക്ക് തന്നെ അറിയാം. അത് പല പാർട്ടികൾ ചേർന്ന് നടത്തുന്ന ഒരു സംഘടിത നീക്കമായിട്ടാണ് അവരിതിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കെജ്രിവാൾ മിസ്റ്റർ ക്ലീൻ ആണെന്നാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷേ എതിർപക്ഷത്തിൻ്റെ ദുഷ്പ്രചരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങളിൽ അവർ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടി പോകുന്ന അവസ്ഥകൾ വന്നിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് മദ്യ പ്രശ്നം, ശീഷ് മഹൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി മോഡിഫിക്കേഷൻ ചെയ്ത് ആഡംബരം നടത്തി ഏതാണ്ട് 100 കോടി 80 കോടി മറ്റാണ് പറയുന്നത്, 100 കോടിയെന്ന് ഇപ്പം ഇലക്ഷൻ സമയത്ത് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ കാശ് മുടക്കിയുള്ള അതിൻ്റെ മോടി പിടിപ്പിക്കൽ,
പിന്നെ സ്വാതി മാലിവാൾ എന്ന് പറഞ്ഞ പിന്നെ അവിടുത്തെ ഇപ്പോൾ രാജ്യസഭാ എം പി ആയിട്ട് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്ത മുൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചത്, പിന്നെ ഈ ഹിന്ദുത്വത്തിൻ്റെ ഒരു കാർഡെടുത്ത് അമിതമായി കളിക്കുന്നു എന്നുള്ളത്, ഇതൊക്കെ അദ്ദേഹത്തിന് പല വിധത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ ഒരുവിധം സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ പോലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആ പ്രശ്നം അദ്ദേഹം എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ കാണിക്കുന്ന ഈ ബഹളങ്ങൾക്ക് മുഴുവൻ കാരണം. താങ്കൾ നേരത്തെ പറഞ്ഞു കെജ്രിവാൾ ഒരു അഴിമതി വിരുദ്ധ ഇമേജുള്ള ആളാണ് എന്നാണ് അവരുടെ വിശ്വാസം എന്നാണ് പറഞ്ഞത്. ഈ അവരുടെ വിശ്വാസം അവിടെ നിൽക്കട്ടെ, താങ്കൾക്ക് വ്യക്തിപരമായി എന്ത് തോന്നുന്നു? കെജ്രിവാൾ ഈ കാണുന്നതിനും കാണിക്കുന്നതിനും അപ്പുറം ഒരു മിസ്റ്റർ ക്ലീൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ യോജിക്കുമോ വിയോജിക്കുമോ? അദ്ദേഹം മിസ്റ്റർ ക്ലീൻ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ 2012 കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടം മുഴുവൻ ഷീലാ ദീക്ഷിത് എന്നുള്ള ഡൽഹി മുഖ്യമന്ത്രിയുടെ അഴിമതിക്ക് എതിരായിട്ട് ഒരു ക്ലീൻ സർക്കാർ കൊണ്ടുവരിക എന്നുള്ള ഇമേജോടുകൂടി തന്നെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ വിധത്തിൽ ആദ്യകാലങ്ങളിലെല്ലാം അത്തരത്തിൽ തന്നെയായിരുന്നു. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത ഒരു പ്രത്യേക രീതി അദ്ദേഹം പിന്തുടരുന്നുണ്ട്. അതായത് ചെലവ് കുറഞ്ഞ സർക്കാർ, ചെലവ് കുറഞ്ഞ ജനപ്രതിനിധികൾ, എന്നിട്ട് ആ ചെലവ് കുറഞ്ഞ മിച്ചം വയ്ക്കുന്ന പണം മുഴുവൻ ജനങ്ങൾക്ക്, രാജ്യത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളൊരു പോളിസി അവിടെ ഉണ്ടായിരുന്നു. ഈ പോളിസിയാണ് അദ്ദേഹത്തിന് ഈസി വാക്ക് ഓവർ എല്ലായിടത്തും കൊടുത്തത്. ഡൽഹിയിൽ ചെല്ലുന്നു, ഡൽഹിയിൽ ആദ്യത്തെ തവണ തന്നെ 28 സീറ്റ് പിടിക്കുന്നു, ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ കാലുവാരിൽ വരുന്നു, ഉടനെ തന്നെ രാജിവെക്കുന്നു, വീണ്ടും ഏതാനും മാസങ്ങൾക്കകം 67 സീറ്റ്, 70-ൽ 67 സീറ്റുമായിട്ട് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് 5 വർഷം ഭരിക്കുന്നു. 5 വർഷത്തെ ഭരണം കൊണ്ട് 2020 അദ്ദേഹം 70-ൽ 62 സീറ്റുമായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ആ ഒരു ഇമേജ് നിലനിർത്തി വരികയായിരുന്നെങ്കിലും ഈ മദ്യനയത്തിലെ പ്രശ്നം വന്നപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഇപ്പോൾ CAG-യുടെ റിപ്പോർട്ട് പ്രകാരം 2065 കോടി സംസ്ഥാനത്തിന് നഷ്ടം വരുത്തിയെന്നാണ് CAG-യുടെ റിപ്പോർട്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പലവിധ ബുദ്ധിമുട്ടുകൾ വരുന്നു. 100 കോടി അഴിമതി എന്ന് പറയുന്നു. അത് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കെജ്രിവാൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന മുഖം അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ബിംബങ്ങൾ എന്ന് പറയുന്നത് റെയ്നോൾഡ്സിൻ്റെ പേര്, വില കുറഞ്ഞ ഷർട്ട്, പാരഗൻ്റെ ചപ്പൽ. ഈ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു കെജ്രിവാൾ ഉണ്ട് എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? അല്ല, അത് അതിനപ്പുറത്തേക്ക് ഒരു കെജ്രിവാളിന് ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കാരണം ശീഷ് മഹളിൽ ഏതാണ്ട് കർട്ടന് പോലും ലക്ഷങ്ങൾ മുടക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കെട്ടിടം മോടി പിടിപ്പിച്ചതിന് തന്നെ 100 കോടി അടുപ്പിച്ച് വരുന്നു. ഒരു സ്വർണ്ണ ക്ലോസറ്റിൻ്റെ കഥ കേൾക്കുന്നു. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത്തരമൊന്നും ഇല്ലെങ്കിൽ പോലും പിന്നെ ആ മോടി പിടിപ്പിക്കൽ ഏതാണ്ട് താജ്മഹൽ രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനകത്ത് ശരി ഒത്തിരി ഉണ്ട് താനും. ആ ശരി എങ്ങനെ വന്നു എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മുമ്പിൽ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പിന്നെ സ്വന്തമായി വീടില്ലാത്തവനെന്ന് പറയുകയും ഭാര്യയ്ക്കും അദ്ദേഹത്തിനും കൂടെ 3.5 കോടിയാണ് ഇപ്പോൾ പിന്നെ നോമിനേഷനിൽ കാണിച്ചിരിക്കുന്നത്. നോമിനേഷനിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റും ഒക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ വൈഫിന് പിന്നെ ചെറിയ കാറുണ്ട്, അതുപോലെ തന്നെ ആഭരണങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏതാണ്ട് 4 ലക്ഷത്തിന് പുറത്ത് 4 കോടിക്ക് പുറത്ത് വരുന്ന സ്വത്ത് വരുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പേപ്പറിലെ കണക്ക്. പക്ഷേ എന്നിട്ടും അദ്ദേഹം സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചിട്ടില്ല, സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെറും ഒരു പ്രചരണമാണ്, ഇതൊരു നുണയാണ്. ഇപ്പോൾ പിന്നെ BJP-ക്കാർ വിളിക്കുന്നത് നുണയനെന്നാണ് അദ്ദേഹത്തിനെ. അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റർ ഇറക്കി, അതായത് മോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ ഉൾപ്പെടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്ററിൻ്റെ മുകളിൽ കൊടുത്തത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. അപ്പോൾ ഉടൻ തന്നെ അമിത്ഷാ അടക്കമുള്ളവരവിടെ പറഞ്ഞ് ഇദ്ദേഹം നുണയനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തികളും കാര്യങ്ങളും മുഴുവൻ കാണിച്ചുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഡൽഹിയിലെ ജനങ്ങൾ വെറുത്തു പോകുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 2 സൈഡിലും അഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോരിയെറിയുന്ന ഒരവസ്ഥ. ചുരുക്കം പറഞ്ഞ കെജ്രിവാൾ ഒരു കള്ളനാണ്. കെജ്രിവാളിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ അണ്ണാ ഹസാരെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഈ രാഷ്ട്രീയത്തിൽ നീ പോയി ഇറങ്ങരുത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ചെളിക്കുണ്ടിൽ ഇറങ്ങിയ പോലെയാണ്, നിന്നെ ചെളി കോരി എറിഞ്ഞ് എല്ലാവരും ആ വ്യക്തിത്വം പോലും ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. അപ്പം അന്ന് അണ്ണാ ഹസാരെയോട് അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ ഈ ചെളിക്കുണ്ടിൽ ഇറങ്ങി ഇതിലെ ചെളി മുഴുവൻ കോരി വൃത്തിയാക്കി കുളിച്ച് ശുദ്ധമായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഈ അഴിമതി പക്ഷേ ഇപ്പോൾ അത് ആ പറഞ്ഞ വിധത്തിൽ അദ്ദേഹം വളരെ അഴുക്ക് പുരണ്ട
വസ്ത്രവുമായിട്ട് നിൽക്കുകയാണ്. ഇനി ഇത് കുളിച്ച് കയറുമോ എന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത്. മനസ്സിലായി. ഈ അഴിമതി എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. അരവിന്ദ് കെജ്രിവാളിനെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ BJP ഏറ്റവും കൂടുതൽ കരുതലോടെ സമീപിക്കുന്ന ഒരു കാര്യം, അവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതാണ്. അതായത് ഹിന്ദുക്കളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നു. BJPയുടെ കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഹൈന്ദവ വോട്ടുകളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കേജ്രിവാളിനെ ഇനി അങ്ങോട്ട് വളരാൻ വിട്ടുകൂടാ എന്നുള്ളൊരു തിയറി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്ര കണ്ട് ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അദ്ദേഹം അത്യാവശ്യം ഗുജറാത്തിലൊക്കെ പോയിട്ട് ഒരു ഹിന്ദു കാർഡൊക്കെ നേരത്തെ ഇറക്കി ചീറ്റിപ്പോയതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും BJP ഭയക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ BJP കരുതലോടെ സമീപിക്കാൻ വേണ്ടി മാത്രം ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ അരവിന്ദ് കെജ്രിവാൾ എന്ത് മാജിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ കാർഡിൽ ഏറ്റവും പ്രധാനം, ശ്രീരാമനെ BJP എടുത്തപ്പോൾ അദ്ദേഹം ഹനുമാനെ എടുത്തു. ജയ് ശ്രീരാം പറയുമ്പോൾ ഇവിടെ ജയ് ഹനുമാൻ അതുപോലെ തന്നെ അദ്ദേഹം ശ്രീരാമനാണ്, ശ്രീരാമൻ്റെ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് ഭരണം നടത്തുന്നത്, രാമരാജ്യമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാൻ തുടങ്ങി. മനീഷ് സിസോദിയാണെങ്കിൽ ഞാൻ ലക്ഷ്മണനാണെന്ന് പറയാൻ തുടങ്ങി. അതിഷിയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കസേര, മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇപ്പുറത്ത് വേറൊരു കസേര ഇട്ടിട്ടിരുന്നിട്ട് ഏതാണ്ട് ഭരതൻ്റെ രീതിയിലാണ് ഭരണം നടത്തുന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു ഹിന്ദുത്വ കാർഡിൻ്റെ ഒരു വലിയ കളി നടക്കുകയാണ്. പക്ഷേ പണ്ടാരെ പറഞ്ഞ പോലെ ഇപ്പോൾ BJPയുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പിന്നെ അവർ അടിസ്ഥാനമായി സനാതനധർമ്മം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വർഷങ്ങളായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു ശൈലിക്ക് ഒപ്പം വരാനായിട്ട് ഇത്തരം ഗിമ്മിക്കുകൾ കഴിയില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. അത് ഒരുപക്ഷെ കെജ്രിവാളിന് ഏറ്റവും കൂടുതൽ ദോഷം വന്നതും അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഡൽഹി കീഴടക്കി, പഞ്ചാബ് കീഴടക്കി, ഗോവയിൽ പോയി അവിടെ കീഴടക്കി, ഇങ്ങനെ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഗോവയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി, ചലനം സൃഷ്ടിച്ചു. അടുത്തത് അദ്ദേഹം ഹരിയാനയിലേക്ക് പോകുന്നതാണ്. ഹരിയാനയിൽ അന്ന് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെയും ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഹിമാചലിൽ പോകുന്ന വിചാരിച്ചത്, ഹിമാചലിൽ പോയിരുന്നെങ്കിലും അതേപോലെ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിമർശകരെല്ലാം കൂടെ പറഞ്ഞത് അദ്ദേഹം BJPയുടെ B ടീമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനെ തരം താഴ്ത്താൻ തുടങ്ങിയപ്പം അദ്ദേഹത്തിന് കൊടുത്ത അഡ്വൈസാണോ അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനമാണോ എന്നറിയില്ല, അദ്ദേഹം BJPയുടെ തട്ടകത്തിൽ പോയി തന്നെ പുലിമടയിൽ ചെന്ന് പുലിയോട് അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ വന്നു. അത് ഗുജറാത്തിലെ ഇലക്ഷൻ വന്നു. അവിടെയാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഒരു പാളിച്ച വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അദ്ദേഹം ലക്ഷ്മിയുടെയും സരസ്വതിയുടെയൊക്കെ ചിത്രം നോട്ടിൽ വേണമെന്നൊക്കെ പറഞ്ഞ് പ്രചരണം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും സംശയമുണ്ടാകുന്ന വിധത്തിൽ പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേജ്രിവാൾ ഗുജറാത്തിൽ പോയി എന്ന് പറയുന്നത് ശരിയാണ്, പ്രചാരണം നടത്തി എന്ന് പറയുന്നത് ശരിയാണ്. അവിടെ അയാൾക്ക് വല്ലതും നേടാൻ സാധിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അല്ല, ആ ചോദ്യം പ്രസക്തമാകുന്നത് അദ്ദേഹത്തിന് 5 സീറ്റേ കിട്ടിയുള്ളൂ എന്നുള്ളതിൽ നിന്ന് ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ അതിലൊരു കാര്യമുള്ളത്, 168 സീറ്റുള്ള ഗുജറാത്തിൽ അദ്ദേഹം 163 സീറ്റുള്ള ഗുജറാത്തിൽ അദ്ദേഹം 5 സീറ്റേ പിടിച്ചുള്ളൂ. പക്ഷേ 45ഓളം സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വരികയും അതിൽ പലതും 500നും 1000നും ഇടയ്ക്കുള്ള വ്യത്യാസത്തിനാണ് പോയതെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പറയുന്നത് ഈ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയൊക്കെ വോട്ടിൻ്റെ കാര്യം, ഗണപതിയുടെയൊക്കെ ചിഹ്നം നോട്ടിൽ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസിന് പോയതാണെന്നാണ് സംശയിക്കുന്നത്. ഇല്ലെങ്കിൽ അതൊരു വാചകം അടിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ആപ്പിന് അവിടെ 50 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ 163 സീറ്റുള്ളതിൽ 50 സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായി വന്നേനെ, വലിയ ഒന്നാമത്തെ പ്രതിപക്ഷമായി വന്നേനെ, ഒരുപക്ഷെ BJPക്ക് ഭീഷണിയുമായിട്ടും ഭാവിയിൽ വന്നേനെ. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് BJPക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഡൽഹിയിൽ കൈകോർക്കുന്നില്ല. രണ്ടുപേരും 2 വശത്തുകൂടെ പ്രചാരണം നടത്തുന്നു. പക്ഷേ ഇവർ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ ഒരു ജാതി സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്, ജാതി മത സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കാവുന്ന ഹിന്ദു വോട്ടുകൾ ഇല്ലാതാവും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവും. അത് BJPക്ക് നേട്ടമാകും, ഒരുപക്ഷെ അവർ ജയിച്ചേക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടി അവരുടേതായ രീതിയിൽ സഞ്ചരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഒരു ധ്രുവീകരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രീണനത്തിലൂടെയോ സോ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലൂടെ അവർ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിച്ച് അല്ലെങ്കിൽ അത് ശേഖരിച്ചുകൊണ്ട് കോൺഗ്രസ് നിശ്ചിത സീറ്റുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ നേടുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നു. ഇങ്ങനെ ഒരു തിയറിയാണ്, ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു അന്തർധാര ഉണ്ട് എന്ന് BJP ആക്ഷേപിക്കുന്നു. ശരിയാണോ? അതിനകത്ത് പകുതി ചില സത്യങ്ങളുണ്ട്. അതായത് കുശാഗ്ര ബുദ്ധിക്കാരനായ കെജ്രിവാൾ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും കൈക്കലാക്കിക്കൊണ്ടാണ് ഇത്രയും നാൾ ഈ വിജയങ്ങളെല്ലാം നേടിയത്. കാരണം അവിടെ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണല്ലോ. അപ്പോൾ അസംബ്ലിയിലേക്ക് എന്നും
കെജ്രിവാൾ 2012 ശേഷം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനൊരു ഭയം വന്നിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഉത്തരേന്ത്യയിൽ ഇതൊരു മുസ്ലിം പാർട്ടിയാണ് എന്നുള്ളൊരു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു ദുഷ്പേര് വന്നിരിക്കുകയാണ്. അത് ആ പാപഭാരം ഞാൻ പേർന്ന എന്തിനാണെന്നുള്ളതാണ് കെജ്രിവാൾ ഇപ്പോൾ കോൺഗ്രസുമായി ഇടയാനുണ്ടായ കാരണം എന്നുള്ളതാണ് പലരും പറയുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ്. കാരണം അദ്ദേഹത്തിന് വോട്ട് ബാങ്ക് അതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലയിടത്തും കോൺഗ്രസ് വോട്ടുകൾ കോൺഗ്രസിലേക്ക് വോട്ടുകൾ പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് തടസ്സം വരുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ആരും കോൺഗ്രസിന് വോട്ട് കൊടുക്കരുത്, കാരണം ഇവർ സ്പോയിലറാണ്, നമ്മുടെ തോൽക്കാൻ പോകുന്ന കക്ഷിയാണ്, അവർക്ക് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കരുത്, മുഴുവൻ ആപ്പിന് തരണം എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു ചോദ്യം, അതിന് ഉത്തരം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വാശിയേറിയ പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. കോൺഗ്രസിന് എത്ര കിട്ടും? ആം ആദ്മി പാർട്ടിക്ക് എത്ര കിട്ടും? BJPക്ക് എന്ത് കിട്ടും? താങ്കളുടെ പ്രതീക്ഷ? ഇതിൽ പഴയൊരു ചരിത്രം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പഴയ ചരിത്രം എന്ന് പറഞ്ഞാൽ 2020 54% വോട്ട് ആം ആദ്മി പാർട്ടിക്ക് കിട്ടി, 39% വോട്ട് BJPക്ക് കിട്ടി, ഒരു 4% കോൺഗ്രസിന് കിട്ടിയത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് അതിൽ കൂടുതൽ പിടിക്കാനും അവരുടെ ഒരു ബേസ് നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസാനത്തെ ശ്രമം വരുന്നത്. കാരണം ഡൽഹിയെ പാരീസ് പോലെ ആക്കുമെന്ന് കെജ്രിവാൾ പറയുമ്പോൾ അവിടുത്തെ ഗലികളിൽ വന്നിട്ട് അല്ലെങ്കിൽ ഓടയെ നോക്കിയിട്ട് രാഹുൽ ഗാന്ധി വന്ന് പറയുകയാണ്, ഇത് ഈ ഓട കണ്ടിട്ടാണോ ഇത് പാരീസാക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും നാൾ ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓടയെ കണ്ടുള്ളൂ എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നവരെ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന വിധത്തിൽ വളരെ മോശമായ രീതിയിൽ അവർ തമ്മിലുള്ള പ്രചരണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BJPയേക്കാൾ കവച്ചു വയ്ക്കുന്ന വിധത്തിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഇപ്പോൾ ആപ്പിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്, നുണയനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഴിമതിക്കാരനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. അതായത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്. ശരിക്കും ത്രികോണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില മണ്ഡലങ്ങൾ, ഒരു 5-6 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് നല്ല ആധിപത്യം ഉണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിലും ഒരു സ്പോയിലർ ആവാൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്യും. ആ വിധത്തിലൊരു കണക്കൂട്ടലുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹായുദ്ധമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു 5-6 വർഷത്തെ വനവാസത്തിലേക്കിലായിരിക്കും അവർ ഒരുപക്ഷെ പോകുന്നത്. ആ സാഹചര്യത്തിൽ ഇവിടെ ആര് ജയിക്കുമെന്ന് നിശ്ചയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പൂർവാഞ്ചലുകാരായിരിക്കും. ഏതാണ്ട് 27 മണ്ഡലങ്ങൾ, അതിൽ 20 മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ ശക്തിയാണ് അവരുടെ വോട്ട് ഇത്തവണ BJP കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, 100 പേരുടെ ടീം, 100 ലീഡേഴ്സ്, 100 പേരല്ല 100 ലീഡേഴ്സാണ് അവിടുത്തെ. അതായത് ഈസ്റ്റേൺ UPയിലെ MP മാരെ വരെ. ഇവിടെ രവി കിഷൻ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട്, അദ്ദേഹം MP ആണ്. ആ നടനെ വരെ അവിടെ ഇറക്കിയിരിക്കുകയാണ്. അതുപോലെ യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ പ്രദേശത്തു നിന്നുള്ള നേതാക്കളെ ഇട്ടൊരു 100 പേരുടെ ടീം അവിടെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിളകളുടെ ഒരു ടീം ഇറക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ പോകുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞ കണക്കുകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു 36-37 സീറ്റ് BJP പിടിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ പാർട്ടി പോലെ എത്തിയിരിക്കുന്നത്. ഫൈനൽ ഫിഗർ പറഞ്ഞു കഴിഞ്ഞാൽ 40 സീറ്റ് കിട്ടുമെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. 37 സീറ്റിനെങ്കിലും BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ. കോൺഗ്രസിന് ഒരു 5 സീറ്റ് മാക്സിമം, അതിനപ്പുറത്തേക്ക് പോയില്ല. 37 സീറ്റ് വരെ BJPക്ക് 37 സീറ്റ് വരെ, അതായത് 32 മുതൽ 37 വരെ. സ്ലൈറ്റ് ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ BJP അധികാരം പിടിക്കും. പക്ഷേ താങ്കൾ പറഞ്ഞ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ആപ്പിനും കോൺഗ്രസിനും കൂടെ 40 സീറ്റാണ് വരുന്നതെങ്കിൽ BJPയെ അവർ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഈ സ്പർദ്ധയെല്ലാം മറന്നുകൊണ്ട് പുറത്തുനിന്ന് സപ്പോർട്ടോ എന്തെങ്കിലും വിധത്തിൽ ഒന്നിച്ചു പോകാനായിട്ടുള്ള ശ്രമവും ഉണ്ടാവാം. അപ്പോൾ BJPയുടെ ഒരു അറ്റംപ്റ്റ് ഭയങ്കരമാണ്. ആ അറ്റംപ്റ്റ് ഇത്തവണ അവർ പിടിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അത് കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകളും കൂടെ ആസ്പദമാക്കിയിരിക്കും. മനസ്സിലായി. ഇപ്പോൾ ഏതായാലും ജനവിധി അറിയാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. നമുക്ക് നോക്കാം ജനങ്ങൾ എന്താണ് രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് ചർച്ചകളാവാം. നന്ദി. ഓക്കെ.